അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാനിൻ്റെ 17-ാം രാവിലേക്ക് നാം കടന്നിരിക്കുകയാണ്. നോമ്പ് 16 നമ്മളിലേക്ക് സംജാതമായിരിക്കുകയാണ്. 17-ാം രാവ് ബദർ എന്ന് പറയുന്ന പോരാട്ടം. ബദർ എന്ന് പറഞ്ഞാൽ പോരാട്ടം. ആ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ ചരിത്രം കുറിച്ച ഒരു മുഹൂർത്തത്തിലാണ് നാം ഉള്ളത്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിനെ അനുസ്മരിക്കലാണ്. ആ ബദർ രണാങ്കണത്തിൽ 313 സ്വഹാബ കിറാമീങ്ങൾ അവരുടെ ആ പരിശ്രമത്തിൽ ഇസ്ലാമിൻ്റെ അഭിമാനത്തെ അവർ നമുക്ക് വേണ്ടി പ്രശംസിച്ച ദിവസമാണ്. ആയിരക്കണക്കിനായ ശത്രു സൈന്യങ്ങളെ അവരുടെ മുന്നിൽ വെറും 313 പേര് പങ്കെടുത്ത് വിജയം കൈവരിച്ച ഒരു ദിവസത്തിലാണ് ഈ ബദർ ദിനം എന്ന് പറയുന്നത്. ബദർ യുദ്ധമല്ല, അതൊരു പോരാട്ടമാണ്. ഇസ്ലാമിൻ്റെ ഐക്യത്തെയും സാഹോദര്യത്തെയും സമാധാനത്തെയും അതിനെ പ്രശംസനീയമാക്കിക്കൊണ്ട് കടന്നു വന്നതാണ് ഈ പോരാട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുചരന്മാരും അവർ പാരാപാരം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആദർശ അനുസരിച്ചുള്ള പ്രഭാഷണങ്ങളും പ്രസംഗനീയമായ രീതി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ തുലനം ചെയ്യാൻ, അതിനെയൊക്കെ തകർത്തെറിയാൻ നടന്ന ശത്രുക്കളെ, ഇസ്ലാമിനെ പൊളിച്ചെടുക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ശത്രുക്കളെ വെറും 313 പേര് ചേർന്ന് ആയിരക്കണക്കിന് ഒട്ടകങ്ങളും ആനകളും അമ്പുകളും അതുപോലെ മറ്റു ആയുധങ്ങളുമായി ഇറങ്ങിത്തിരിച്ച ശത്രുക്കളെ മുൾമുനയിൽ നിർത്തിയ സഹാബ കിറാമീങ്ങൾ. അള്ളാഹുവും അവൻ്റെ മലക്കുകളും അതനുസരിച്ചുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ പേരിലാണ് ഈ യുദ്ധം ഇത്രത്തോളം നമുക്ക് മനോഹരമായി മാറിയത്. കാരണം അബൂജഹലിനെ വരെ കൊല ചെയ്യപ്പെട്ടതും മലക്കുകളുടെയൊക്കെ സാന്നിധ്യം കൊണ്ടാണ്. അവരുടേതൊക്കെ പ്രവർത്തനം, അള്ളാഹുവിൻ്റെ പ്രവർത്തനം കാര്യക്ഷമതയോടുകൂടി വന്നതിൻ്റെ പേരിലാണ് മലക്കുകൾ ആകാശത്തു നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അബൂജഹലിനെയും എല്ലാവരെയും തകർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ സാഹോദര്യത്തെയും സന്തോഷത്തെയും അനുഗമിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പോരാട്ടമായിരുന്നു അത്. അങ്ങനെ ശത്രു സൈന്യത്തെ എല്ലാവരെയും വകവരുത്തിക്കൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആ ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു ബദർ ദിനത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. അതുകൊണ്ടാണ് നമുക്കിന്ന് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് സമാധാനത്തോട് ശാന്തിയോട് നമുക്ക് നമസ്കരിക്കാൻ കഴിയുന്നത്. അങ്ങനെ ദീനീ പ്രവർത്തനങ്ങൾക്കെല്ലാം കാര്യക്ഷമതയോടെ നടക്കുന്നതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ഈ ബദർ ദിനമെന്ന് പറയുന്നത്. സഹാബ കിറാമിങ്ങൾ അവരുടെ ആ നോമ്പ് പിടിച്ചുകൊണ്ട് അവർ തുടക്കം കുറിച്ചു. അതാണ് നോമ്പ് നമുക്ക് നിർബന്ധമായി വന്നതും. ആ ബദർ ദിനത്തിൽ അവർ നോമ്പ് പിടിച്ച് വെറും ചെറിയ ഒരു കാരയ്ക്ക കൊണ്ട് നോമ്പ് മുറിച്ച് അത്താഴം പോലും കഴിക്കാതെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മാത്രം കഴിഞ്ഞിരുന്ന സഹാബാക്കൾ നോമ്പ് പിടിച്ചു. നമ്മളിന്ന് എന്തെല്ലാം വിഭവങ്ങളാണ് കഴിക്കുന്നത്? നമ്മുടെ തീമേശയിൽ എന്തെല്ലാം വിഭവങ്ങളാണ്, ഏതെല്ലാം തരത്തിലാണ് നമ്മൾ കഴിക്കുന്നത്? നമുക്ക് കഴിക്കാൻ പാടില്ലാത്തത് വരെ നാം കഴിക്കാൻ നമ്മൾ ഉത്സാഹപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്നൊക്കെ വെറും കാരയ്ക്ക കൊണ്ട് നോമ്പ് മുറിച്ച് സ്വഹാബ കിറാമിങ്ങൾ